ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ സബ്ജക്റ്റ് ഒരു ഇലക്ഷൻ വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കൗൺസിൽ ഇലക്ഷൻ UK വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ റീഫോം പാർട്ടി ശക്തമായ മുന്നേറ്റം കാണിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, അത് തന്നെ സംഭവിച്ചു. 23 കൗൺസിലുകളിലോളം ഇലക്ഷൻ നടന്നിട്ടുണ്ട്. 23 കൗൺസിലേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ. ആ 23 കൗൺസിലിൽ ഏകദേശം 10 കൗൺസിലുകളിലും തന്നെ റീഫോം പാർട്ടി വിജയിച്ചിരിക്കുന്നു. ബാക്കി 10 കൗൺസിലിൽ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി, പിന്നെ അതുപോലെ തന്നെ 3 കൗൺസിൽ ആർക്കും വേണ്ടാതെ ഇങ്ങനെ പോയിരിക്കുന്നു നമുക്ക് പറയാം, അങ്ങനെ പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റീഫോം പാർട്ടി വീണ്ടും എന്നല്ല, റീഫോം പാർട്ടി ഇവിടെ UK ഭരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണിക്കുന്നത്. കാരണം അവർക്ക് ശക്തമായ ഒരു വോട്ട് ഷെയർ ആണ് കൂടിയിരിക്കുന്നത്, ഭയങ്കര ശക്തമായ വോട്ട് ഷെയർ. കാരണം ഈ എത്രയൊക്കെ ഈ ലേബർ പാർട്ടി ഡിപ്പോർട്ടേഷൻ കാര്യങ്ങൾ നടത്തിയാലും അതൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് പോരാ. കാരണം ഇവിടെ ഇപ്പോൾ എന്തേലും ഡിപ്പോർട്ടേഷൻ നടത്തിയാലും ഒരു സൈഡിൽ കൂടെ ആൾക്കാരെ ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയെ അപേക്ഷിച്ച് ശേഷം 24,000 ആൾക്കാരെ ഡിപ്പോർട്ടേഷൻ നടത്തി എന്നാണ് പറയുന്നത് ലേബർ പാർട്ടി. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സൈഡിൽ കൂടെ ആൾക്കാർ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സൈഡിൽ കൂടെ വരുമ്പോൾ ഒരു സൈഡിൽ കൂടെ ആൾക്കാരെ വിട്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ അത് തുടർന്നിട്ട് കാര്യമില്ല. അപ്പോൾ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ലേബർ പാർട്ടി. അപ്പോൾ ഈ ലേബർ പാർട്ടിക്ക് ഇപ്പോൾ പിടിച്ചിരിക്കാനായിട്ടാണ് ലേബർ പാർട്ടി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ബ്രെക്സിറ്റ് സംവിധാനം ഉണ്ടായ നേരത്തെ കളയാൻ പോകുന്നു. അതായത് വീണ്ടും യൂറോപ്പുമായിട്ട് അവർക്കൊരു കണക്ഷൻ കൊടുത്ത് ഏഷ്യക്കാരെ മാക്സിമം ഒഴിവാക്കാനുള്ള പരിപാടി. കാരണം ഇവർക്ക് ആൾക്കാർ പണിയാനും മറ്റുമായിട്ട് യൂറോപ്പിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു ലെവൽ, ബാക്കിയുള്ള ആൾക്കാരെ ആവശ്യത്തിന് മാത്രമുള്ള ആൾക്കാരെ ഇവിടെ നിർത്തുക, ബാക്കിയുള്ളവരെ വേണ്ട എന്നുള്ള പരിപാടി. ആ ഒരു സംഭവം അവർ കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ടാണ് മെയിനായിട്ടും. കാരണം നമുക്കറിയാം ലേബർ പാർട്ടി വരുന്ന സമയത്ത് ഇവിടെ ആദ്യം ഒത്തിരി വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേർക്ക് അവർ ഇവിടെ വരുന്ന ആൾക്കാർക്ക് തന്നെ വീണ്ടും അഭയം കൊടുക്കുന്ന പരിപാടി. അതായത് ഈ വോട്ടുകളിലും മറ്റുമായിട്ട് വരുന്നവർക്ക് തന്നെ വീടുകളും അവർക്ക് പിന്നെ ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന പരിപാടിയായിരുന്നു തുടക്കത്തിൽ. പിന്നെയാണ് ഇത് റീഫോം പാർട്ടി ഭയങ്കരമായിട്ട് പ്രതിഷേധം കാര്യങ്ങളും ഉണ്ടായപ്പോൾ അവർ കുറച്ച് ഡീപ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഇതൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് പറ്റുന്നില്ല, ഇത് പോരാ. കാരണം എത്രയൊക്കെ ഡീപ്പോർട്ടേഷനും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇവിടെയുള്ള ആൾക്കാർക്ക് സമാനമാകുന്നില്ല. അവർക്ക് അവരുടെ കൾച്ചർ, അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു സ്റ്റാറ്റസ്, ആ ഒരു സംഭവം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന റീഫോം പാർട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് റീഫോം പാർട്ടിക്ക് ഇത്രയും വോട്ട് കൂടാനായിട്ട് കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപും അതുപോലെ ഇലോൺ മസ്കും ഈ പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതോടെയാണ്. അപ്പോൾ ഓൾറെഡി ഇവർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എന്തൊക്കെ ആരെയൊക്കെ തട്ടിത്തെറിപ്പിക്കണം ഇവിടെ എന്നുള്ളത്. അത് നമുക്ക് ഇനി വരാൻ പോകുന്ന സമയങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ജനറൽ ഇലക്ഷൻ ഉടനെ തന്നെ വരും. ജനറൽ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം റീഫോം പാർട്ടി ഇവിടെ വിജയിക്കുന്നത്. ഇനി നമ്മളെയൊക്കെ ബാധിക്കുമല്ലോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ വന്ന ശേഷം ഇത്ര നാൾക്ക് പുറയിലുള്ള ആൾക്കാരെ ചിലപ്പോൾ എടുത്ത് തട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ തന്നെയാണെങ്കിലും അതിനകത്ത് ചിലപ്പം അവർ എടുത്ത് മാറ്റാൻ വഴിയുണ്ട്. ഇല്ലീഗലായിട്ട് വരുന്നവരുടെ കാര്യം പിന്നെ പറയണ്ട. പിന്നെ ഇങ്ങോട്ടുള്ള കുടിയേറ്റ സംവിധാനം ഇത് മുഴുവനും അടിച്ച് നിലംപരിശാക്കുന്ന പരിപാടി റീഫോം പാർട്ടി ഓൾറെഡി അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗൾഫിലെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾക്കൂടെ വരാം, ജോലി ചെയ്യാം, തിരിച്ചു പോകും. നിങ്ങൾക്കൂടെ വരാം, പഠിക്കാൻ, തിരിച്ചു പോകും. അതല്ല നിങ്ങളൊരു PR കിട്ടുമെന്നോ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടി ഇവിടെ മുന്നോട്ട് ജീവിക്കാമെന്നും പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം ഗൾഫിലെ ഒരു നിയമം ഇവിടെ കൊണ്ടുവരും. കാരണം ഫ്രീഡം കൊടുത്തു, പക്ഷേ രാജ്യം നശിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോയി. അപ്പോൾ അവർ അവരുടെ രാജ്യം സംരക്ഷിക്കാനുള്ള പരിപാടികൾ അവർ ചെയ്തിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു പാർട്ടിക്കല്ലേ ചെയ്യത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ആ ഒരു പാർട്ടി വിജയിക്കത്തുള്ളൂ. അപ്പം UK എന്നല്ല ഏത് രാജ്യത്താണെങ്കിലും അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഇമിഗ്രൻസ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അതിപ്പോൾ ലീഗലാണെങ്കിലും ഇല്ലീഗലാണെങ്കിലും എത്ര കൂടിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ദോഷം തന്നെ ചെയ്യും. ഓക്കെ, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ഉയർച്ചയൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഒരു സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥയിലോട്ട് പോകാൻ രാജ്യം. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അടുത്തത് ഈ വരാൻ പോകുന്നത് വലിയൊരു മരണമണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് അതിൻ്റെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മാറ്റുന്ന കാര്യവും ലീഗൽ ഇമിഗ്രൻസിനെ വേണ്ടെന്ന് വെക്കുന്ന കാര്യത്തിലൊക്കെ ഉള്ള വ്യവസ്ഥകൾ അവരെന്താണെന്നുള്ളത് ഓൾറെഡി ഇരുന്ന് ആലോചിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പം നിലവിലിപ്പോൾ റീഫോം പാർട്ടി ഭയങ്കര ശക്തമായിട്ട് കൗൺസിലിൽ വിജയിച്ചിരിക്കുന്നു. കുറച്ച് കൗൺസിലേ വിജയിച്ചിട്ടുള്ളൂ. കുറച്ച് കൗൺസിലിലെ ഇലക്ഷൻ നടന്നിട്ടുള്ളൂ എന്ന് ആലോചിക്കുന്നത്. 22 കൗൺസിലിൽ ഏകദേശം 667, 666 അത്രയും തന്നെ സീറ്റ് റീഫോം പാർട്ടിക്ക് 1300 സീറ്റിൽ 666, 677 സീറ്റുകൾ തന്നെ റീഫോം പാർട്ടി പിടിച്ചിരിക്കുന്നുള്ളതാണ്. സോ ഇനി മുൻപോട്ട് എന്താണ് അവർ വരാൻ പോകുന്നത്, മാറ്റങ്ങൾ എന്താണെന്നുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഉടനെ അപ്ഡേറ്റ് കിട്ടും, നമുക്ക് അറിയിക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തീർത്തേക്കും ബൈ.